evening. Good evening, ma'am. നമ്മുടെ ലിസ്ണിംഗ് OETയുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ OET ലിസ്ണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി നമുക്ക് 42 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതില് നമുക്ക് ടാസ്ക് ടൈപ്പ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് സ്ട്രക്ചേർഡ് നോട്ട് കംപ്ലീഷൻ ആയിട്ടുള്ള കുറച്ച് സ്ക്രിപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ദെൻ 3 ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നമുക്കുള്ളത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ റീഡിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു, റീഡിങ്ങിന് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സെയിം തിങ് നമ്മുടെ ലിസ്ണിങ്ങിനും ഉണ്ട്. ലിസ്ണിങ്ങിന് A പാർട്ട് ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഓക്കെ, അപ്പം A പാർട്ടിലാണ് നമുക്ക് ഈ സ്ട്രക്ചേർഡ് നോട്ട് കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നത്. ഓഡിയോ ലിസൺ ചെയ്തിട്ട് നമ്മൾ അത് ഫില്ലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിയിലും ബിയിലും നമുക്കുള്ളത് 3 ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതുപോലെ നമ്മൾ റീഡിങ്ങിൻ്റെതാണെങ്കിലും ശരി, ലിസ്ണിങ്ങിൻ്റെ ആണെങ്കിലും ശരി, നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഷെയ്ഡിങ് ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഏതാണോ റൈറ്റ് ആൻസർ അതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ABC എന്നുള്ള സർക്കിള് ചെയ്തിട്ടുണ്ടാവും, അതിനെ ഡാർക്കൻ ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾക്ക് ഒരു സ്ട്രക്ചർഡ് നോട്ട് കംപ്ലീഷൻ വരുന്ന A പാർട്ട് എന്ന് പറയുന്നത് 1 to 24 A പാർട്ടാണ്. ഓക്കെ, അതില് നമുക്ക് കിട്ടുന്നത് ഒരു കൺസൾട്ടേഷൻ ആണ്. ഓക്കെ, ഡോക്ടർ പേഷ്യന്റ് കൺസൾട്ടേഷൻ ആകാം, അല്ലെങ്കിൽ അതർ ഹെൽത്ത് പ്രൊഫഷണൽ കൺസൾട്ടേഷൻ ആകാം, ലൈക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്തതായിരിക്കാം. അപ്പൊ അവരുടെ കൺസൾട്ടേഷന്റെ കോൺവെർസേഷനകത്ത് എന്തൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നോ അതായിരിക്കും നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചേർഡ് നോട്ട് കംപ്ലീഷൻ ആയിട്ട് കിടക്കുന്നതിന്റെ എല്ലാ ഡാഷിലും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ കൺസൾട്ടേഷൻ കോൺവെർസേഷൻ ആയിരിക്കും. അപ്പൊ കൺസൾട്ടേഷനകത്ത് ചിലപ്പോൾ പേഷ്യന്റ് ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടർ ചില കാര്യങ്ങൾ പേഷ്യന്റിനോട് ചോദിക്കാൻ കാണും, പേഷ്യന്റിന് ചില കാര്യങ്ങൾ പറയാൻ കാണും, ഡോക്ടറിന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആൻസർ കൊടുക്കേണ്ടതായിട്ട് കാണും. അങ്ങനെ നമ്മളുടെ കൺസൾട്ടേഷൻ കോൺവെർസേഷനിൽ എന്തെല്ലാം വരുന്നോ അതൊക്കെയാണ് നമ്മളുടെ ഈ 1 to 24 വരുന്ന A പാർട്ടില്, ലിസ്ണിങ്ങിന്റെ A പാർട്ടിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കൺസൾട്ടേഷൻ കോൺവെർസേഷൻ ആണെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സെറ്റിംഗിലായിരിക്കാം, GP സെറ്റിംഗിലായിരിക്കാം, ഒരു ക്ലിനിക് സെറ്റിംഗിലായിരിക്കാം, അത് എവിടെയും ആകാം. എനിവേ, നമ്മൾ അതിനെ കുറിച്ച് ബോധഡ് ആവേണ്ട കാര്യമില്ല. കൺസൾട്ടേഷൻ കോൺവെർസേഷൻ ആകുന്നു നമുക്ക് 1 to 24. ഈ 1 to 24 ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 to 24 മാർക്സ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ആക്ച്വലി റീച്ച് ചെയ്യുന്ന സ്കോർ റീഡിങ്ങിലാണെങ്കിലും ശരി, ലിസണിങ്ങിലാണെങ്കിലും ശരി, Bക്ക് വേണ്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ കൺസൾട്ടേഷൻ കോൺവെർസേഷൻ നമുക്ക് എളുപ്പമാണ്, വളരെ വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വരികിൽ നമുക്ക് പിന്നെ ഒരു 6 മാർക്സിന്റെ ഒരു ഡിഫറൻസും കൂടെ വരുന്നുള്ളൂ 30ലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കൺസൾട്ടേഷൻ കോൺവെർസേഷൻ യൂഷ്വലി കുറച്ച് എളുപ്പം തന്നെയാണ്. അതായത് സിറ്റുവേഷണൽ, സപ്പോസ് നമുക്ക് കുറച്ച് കൺസൾട്ടേഷന്റെ സമയത്ത് കുറച്ച് സ്പീഡി അല്ലാത്ത പക്ഷം നമുക്കത് കുറച്ചായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എഴുതാനും സാധിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് B പാർട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പ്ലേസ് ഇന്ററാക്ഷൻ ആണ്. അതായത് വർക്ക് പ്ലേസ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ബീങ് എ നഴ്സസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനകത്തായിരിക്കും. ഓക്കെ, അപ്പോ വർക്ക് പ്ലേസ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നേഴ്സ് ടു നേഴ്സ് കോൺവെർസേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു നേഴ്സ് ടു ഡോക്ടർ കോൺവെർസേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ടു അതർ ഹെൽത്ത് പ്രൊഫഷണൽസ് സച്ച് ആസ് ഹെൽത്ത് എക്സ്റേ ടെക്നീഷ്യൻസോ MRI ടെക്നീഷ്യൻസോ ആരുമായിട്ടെങ്കിലും ഒരു വർക്ക് പ്ലേസ് ഇന്ററാക്ഷൻ ലിസൺ ചെയ്തിട്ടായിരിക്കാം നമ്മൾ ബിയുടെ ആൻസേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25th to 30 എന്ന് പറയുന്നതാണ് B പാർട്ട്. ലിസ്ണിംഗിൽ 25th to 30 ആണ് B പാർട്ട് വരുന്നത്. അതിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് B പാർട്ടിലുള്ളത്. A പാർട്ടിൽ ഞാൻ പറഞ്ഞു 24 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതേസമയം നമ്മുടെ B പാർട്ടിൽ വരുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 6 ക്വസ്റ്റ്യൻസിന് ഈച്ച് കോൺവെർസേഷൻ ആണ്. അതായത് 6നും 6 വർക്ക് പ്ലേസ് ഇന്ററാക്ഷൻ ആയിരിക്കും. അതായത് ഒന്നുകിലും ഒന്ന് പേഷ്യന്റ് ടു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് ടു നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് ടു അതർ ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ നേഴ്സ് ടു നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നേഴ്സ് ടു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ടു ഡോക്ടർ ആയിരിക്കാം. ഇത് ഏത് തന്നെയാണെങ്കിലും വർക്ക് പ്ലേസിൽ ഉള്ള ഒരു പേഷ്യന്റിനെ, അതായത് പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണ്, അപ്പം പേഷ്യന്റിനെ ബേസ് ചെയ്തിട്ടുള്ള
കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും കാര്യങ്ങൾ, പേഷ്യന്റ് സയൻസ് ആൻഡ് സിംറ്റംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, പേഷ്യന്റ് വറീസോ, പേഷ്യന്റ് കൺസേൺസോ, പേഷ്യന്റ് ഇന്നത്തെ റൗണ്ട്സിൽ ഉണ്ടായ മാറ്റങ്ങളോ, പേഷ്യന്റ് പ്രോഗ്രസോ എന്ത് തന്നെയും ആകാം വർക്ക് പ്ലേസ് ഇന്ററാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ ക്വസ്റ്റ്യൻസിന്റെ മോഡൽസ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ മൂവിങ് ടു ദ തേർഡ് സെക്ഷൻ, ദാറ്റ് ഇസ് സി പാർട്ട്. സി പാർട്ടിൽ ആക്ച്വലി നമ്മൾ കാണുന്നത് ഇന്റർവ്യൂവും ഒരു പ്രസന്റേഷനും ആയിരിക്കും. ഓക്കെ, അതായത് സി പാർട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 30 വരെയാണല്ലോ ബി. അപ്പൊ 31 to 36 എന്ന് പറയുന്നത് സിയുടെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, 37 to 42 എന്ന് പറയുന്നത് സിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് സി പാർട്ടിൽ ഉള്ളത് 12 ക്വസ്റ്റ്യൻസ് ആണ്. ബിയിൽ 6, എയിൽ 24, സിയിൽ 12 ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമുക്ക് മൊത്തം ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം സിയിലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. ഒരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യുന്ന റിസർച്ചർ ആയിരിക്കാം, അങ്ങനെ ആരും ആകാം. അവരെ വിളിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു. അതായത് നമുക്ക് രണ്ടുപേരുടെ കോൺവെർസേഷൻ കേൾക്കാം. ഓക്കെ, രണ്ടുപേരുടെ കോൺവെർസേഷൻ കേൾക്കാം. അതില് ഒരാള് ഇന്റർവ്യൂ എടുക്കുന്നു. ഇന്റർവ്യൂ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ്. എന്താണോ നമ്മുടെ ഇന്റർവ്യൂവറിന്റെ ക്വസ്റ്റ്യൻസ്, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്താണോ ആ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾ എന്ത് ആൻസേഴ്സ് ആണോ തരുന്നത്, അതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ നമ്മൾ വർക്ക് പ്ലേസ് ഇന്ററാക്ഷനിലും പറഞ്ഞല്ലോ, അവർ എന്ത് കോൺവെർസേഷൻ ആണ് അവിടെ നടത്തുന്നത്, അതിൽ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. യു ആർ ടോക്കിംഗ് ടു അല്ലെങ്കിൽ a nurse is talking to a patient who is admitted with the burns or anything, any appendicitis or anything. Okay, what does the nurse ask about the patient, about the വറിയോ അല്ലെങ്കിൽ about the സർജറിയോ എന്തുമാകാം. അതിൽ നിന്ന് എന്താണോ ആൻസർ പേഷ്യന്റ് കൊടുക്കുന്നത്, അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന എഴുതേണ്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അതിൽ ഏതാണോ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ ചോദിച്ചത്, അല്ലെങ്കിൽ പേഷ്യന്റ് അതിനുള്ള ആൻസർ എന്താണ് പറഞ്ഞത്, അതാണ് നമ്മൾ ലിസൺ ചെയ്തിട്ട് എഴുതേണ്ടത്. നല്ല കോൺസെൻട്രേഷനോട് കൂടി ലിസൺ ചെയ്താൽ മാത്രമേ അതൊക്കെ ക്യാച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഇന്റർവ്യൂവിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻ എന്റെ സ്ക്രിപ്റ്റിൽ തന്നിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്, 3 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണോ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ ഒരു വ്യക്തി കൊടുക്കുന്ന ആൻസർ, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. ഇനി പ്രസന്റേഷൻ എന്ന് പറയുന്നതാണ് ദ മോസ്റ്റ് ചലഞ്ചിങ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോണോലോഗ് പ്രസന്റേഷൻ. ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കാം. നമ്മൾക്ക് അറിയാൻ വയ്യാത്ത ടോപ്പിക് ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. അറിയാവുന്ന ഡിസീസ് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ, കോമൺലി യൂണിവേഴ്സൽ ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സും അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസും ഒക്കെ നമുക്ക് അറിയാവുന്ന ചില ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നോർമലി അവർ അത്രയും എളുപ്പമുള്ളത് ഇടാറില്ല. അപ്പൊ അത് പ്രസന്റേഷൻ കേൾക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റ് കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആൻസേഴ്സ് ഗസ് വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം അത്രയും എളുപ്പമുള്ള ടോപ്പിക്സ് വളരെ റെയർ ആയിട്ട് കിട്ടും. സപ്പോസ് ടിബിയുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് നമുക്കറിയാം, ടിബിക്ക് കൊടുക്കുന്ന വാക്സിൻ എന്താണെന്ന് അറിയാം. ആ ഒരു മനുഷ്യനെടുക്കുന്ന പ്രസന്റേഷന്റെ അടിസ്ഥാനത്തിൽ എന്നതിൽ ഉപരി നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് just we can confirm that what he is discussing about the same topic. Okay, അതാണ് പ്രസന്റേഷൻ. അപ്പം ആകെ മൊത്തം 42 ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ആ പാറ്റേണിനകത്ത് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എന്തായാലും പാറ്റേൺ ഇപ്പൊ കാണിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ സോഴ്സസ്, എവിടെ നിന്നാണ് ആക്ച്വലി ഇവര് ഈ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്? ഇന്നലെ നമ്മള് റീഡിങ്ങിന്റെ മെറ്റീരിയലിൽ പറഞ്ഞു ഓരോരോ ഡിസീസ് കണ്ടീഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ. അത് പല രീതിയിൽ ചോദിക്കും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. സോഴ്സസ് എന്ന് പറയുന്നത് ഓൾ ടെക്സ്റ്റ് ആർ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് സോഴ്സ് മെറ്റീരിയൽ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണോ, അവിടെ ആ ഒരു സെറ്റിംഗ്സിൽ എന്താണോ സംസാരിക്കുന്നത് അതാണ്. ഓക്കെ, അവിടെ നിന്ന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും നമ്മൾ ഒരു എന്താ പറയാ, ഒരു റിയൽ ലൈഫിന്റെ സിറ്റുവേഷൻസ് മാത്രമേ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെയും അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു സ്റ്റഡി, സെൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ പല കാര്യങ്ങളും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എല്ലാം റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്നുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഹിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റീഡ് ദം ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ സ്ക്രിപ്റ്റ് കയ്യിൽ ഇരിക്കുന്നതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അത് ദാറ്റ് വി ക്യാൻ ഹിയർ ഫ്രം ദ
ഓഡിയോയിലും അത് ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ദ ടൈം അലൗഡ് എന്ന് പറയുന്നത് 45 minutes ആണ്. റെക്കോർഡ് എന്താ പറയാ, നമ്മൾ ഈ റെക്കോർഡഡ് ഓഡിയോ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അവിടെ റിവൈൻഡ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഒരു പ്രാവശ്യം നമുക്കത് കേൾക്കാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ലിസണിങ് സബ് ടെസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഇത്ര നേരം പറഞ്ഞതാണ്, ഒരു ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാം. അതായത് പാർട്ട് എയില് 2 കൺസൾട്ടേഷൻ എക്സ്ട്രാക്ട് വരുന്നത്, അതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് 5 minutes ആണ്. അതായത് പാർട്ട് എയിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 to 12 എന്ന് പറയുന്നത് പാർട്ട് എയുടെ ആദ്യത്തെ കൺസൾട്ടേഷൻ കോൺവെർസേഷൻ. പാർട്ട് എയുടെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 13 to 24 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടിനും എടുക്കുന്നത് ഒന്നിന് 5 minute, അടുത്തതിന് 5 minute ആണ് വരുന്നത്. ഓക്കെ, ദെൻ പാർട്ട് ബിയിലോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം കൂടി ചേർത്ത്, അതായത് 6 വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട് ആണ്. 6 questions, 6 വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്. ഒന്നിനോട് ബന്ധമില്ല. ഓക്കെ, 6 എണ്ണവും 6 രീതിയിലുള്ളതാണ്. ഓക്കെ, അബൌട്ട് 1 minute ഈച്ച്. ഓരോന്നിനും വേണ്ടിയിട്ട് 1 minute-ഓളം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ ആക്ച്വലി നമ്മളുടെ ആ ഒരു ഫസ്റ്റിൽ നമുക്ക് അസസ് ചെയ്യുന്നത്, അവർ എന്താണ് നമ്മളിൽ നിന്ന് അസസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു ഐഡന്റിഫൈ സ്പെസിഫിക്. എയിൽ നമ്മളിൽ നിന്ന് അസസ് ചെയ്യുന്ന കാര്യങ്ങൾ എബിലിറ്റി ടു ഐഡന്റിഫൈ സ്പെസിഫിക് ഇൻഫോർമേഷൻ ഡ്യൂറിങ് എ കൺസൾട്ടേഷൻ ആൻഡ് യു വിൽ കംപ്ലീറ്റ് ദ ഹെൽത്ത് പ്രൊഫഷണൽസ് നോട്ട് യൂസിങ് ദ ഇൻഫോർമേഷൻ യു ഹിയർ. നമ്മൾ കേൾക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ എഴുതുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. അതിനകത്ത് നമ്മളുടെ എബിലിറ്റി എങ്ങനെ, എന്ത് കാര്യങ്ങൾ, ഒരു പേഷ്യന്റ് കാണാൻ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ഡിസ്കസ് ചെയ്യുന്ന സയൻസ് ആൻഡ് സിംറ്റംസും, ആ പേഷ്യന്റ് ഡിഫിക്കൽട്ടീസും, ആ പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസും, ആ പേഷ്യന്റ് മുമ്പുണ്ടായിരുന്ന ഡയഗ്നോസിസും, അങ്ങനെ പല കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതെല്ലാം കേട്ടിട്ട് അതെല്ലാം കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മൾ അതുപോലെയുള്ള ഒരു വർക്ക് പ്ലേസിൽ സിറ്റിംഗ്സിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്. അതിന് വേണ്ടിയിട്ടാകുന്നു നമ്മൾ ഈ ഇന്റർനാഷണൽ എക്സാം എഴുതുന്നത്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു നോളജ് ലെവൽ എങ്ങനെയാണ്, ഓക്കെ, വെദർ ഷീ ഈസ് ഏബിൾ ടു വർക്ക് ഇൻ സച്ച് എ ഇന്റർനാഷണൽ സെറ്റിംഗ്സ് ഓർ നോട്ട് എന്നതാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെ? ഇഫ് എ പേഷ്യന്റ് ഓർ ഇഫ് എ ഡോക്ടർ ഈസ് ആസ്കിങ് യു ടു ഡു സംതിങ്, okay, or if a doctor is asking you to note down something about the patient's condition, then that time when the patient is explaining his or her problems, okay, you need to gather the information, or you need to note down the informations, right? appo athrathilulla karyangal engane concentration cheyunu ennulla karyam. Okay, then part B ennu parayunnathu assess your ability to identify the details, just opinion or purpose of short extracts from the healthcare workplace. അതായത് അങ്ങനെ ഒരു സെറ്റിംഗ്സ് എന്തിനാണ് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ, അതായത് ഇപ്പൊ സപ്പോസ് ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പേഷ്യന്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്ന, പേഷ്യന്റ് എന്താണ്, പേഷ്യന്റ് ഒപ്പീനിയൻ അതിനെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ അതർ ഹെൽത്ത് പ്രൊഫഷണൽ എന്താണ് പേഷ്യന്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഒരു MRI കൊണ്ടുപോകുന്നതിന് മുമ്പ് ഷീ ഈസ് ഗിവിംഗ് സം മോർ ഇൻഫർമേഷൻ ഫ്രം അബൌട്ട് ദ പ്രൊസീജിയർ. ഓക്കെ, വാട്ട് ഈസ് ഹർ പർപ്പസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് പ്രൊസീജിയർ, എന്താണ് അവരുടെ ഒരു പർപ്പസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഈ 6 റെക്കോർഡഡ് എക്സ്ട്രാക്ട്സ് എന്ന് പറയുന്നത് ടീം ബ്രീഫിംഗ് ആയിരിക്കും, ഹാൻഡ് ഓവർ ഓർ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കാം, പേഷ്യന്റ് ഡയലോഗ് ആയിരിക്കാം, ആൻഡ് യു വിൽ ആൻസർ 1 multiple choice question for each extract. അപ്പം ഓരോ എക്സ്ട്രാക്റ്റിനും നമ്മൾ ഒരു ചോയ്സ് ആണ് നമുക്കുള്ളത്, ഒരെണ്ണം നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കുക. കാരണം അതിനകത്ത് 3 കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ടാവാം, പക്ഷേ അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ട് സിയിൽ ഞാൻ പറഞ്ഞു അബൌട്ട് 5 minutes ഈച്ച്, അതായത് പാർട്ട് സിയുടെ ഫസ്റ്റ് ഹാഫിന് 5 minutes എടുക്കും, അടുത്ത ഒരു സെക്കൻഡ് ഹാഫിന് again 5 minutes they will take. Assess your ability to follow a recorded presentation or interview on a range of accessible healthcare topics. ഇപ്പൊ എന്തെങ്കിലും ഒരു ഹെൽത്ത് കെയർ ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ നമ്മൾക്ക് മുന്നിൽ ആരെങ്കിലും അവതരിപ്പിക്കുകയാണെന്ന് വരികിലോ, they are going to assess our ability to understand that range of accessible healthcare topic. അതിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം നമുക്കുണ്ടാവും. ഓക്കെ, ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സെറ്റിംഗ്സിൽ നമ്മൾ when we are working in hospital setting, we might be having some classes or any other presentations. Okay, so when we are going to take part in that kind of activities or presentations, we need to be എന്താ പറയാ, കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്കല്ലേ ആ ഒരു പ്രസന്റേഷനിൽ പോയിരുന്നു കഴിഞ്ഞാൽ എന്താണ് അവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. They are assessing kind of
Then again, the second thing what they are doing is you will listen to different extract and you will answer 6 multiple choice question for each extract. ഓരോന്നിനും അതായത് ഇന്റർവ്യൂ സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ, പ്രസന്റേഷനിൽ 6 ക്വസ്റ്റ്യൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു നമുക്ക് അതിനോട് അഡാപ്റ്റ് ആയി പോകാൻ പറ്റുമോ, okay, whether we are really capable to do something, അതാണ് അവർ അസസ് ചെയ്യുന്നത് ലിസണിംഗിന്റെ സബ് ടെസ്റ്റിലൂടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സബ് ടെസ്റ്റിന്റെ ഒരു പ്രസന്റേഷൻസ് പറയാൻ, ഒരു തിയറി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെയൊക്കെ ഒരു മോഡൽസ് കാണിച്ചു തന്നേക്കാം. ഓക്കെ, ഇത് ബാക്കിൽ നിന്നാണ്. സി പാർട്ടിന്റെ സെക്കൻഡ് ഹാഫ് ക്വസ്റ്റ്യൻസ് ആണ് 37 to 42. 42 is our last question. ഓക്കെ, അപ്പൊ 37 ക്വസ്റ്റ്യൻ തൊട്ട് 42 വരെ ഉള്ളതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് what they are going to play in that audio. You hear a dermatologist called Dr. Annie Werner giving a presentation on the subject of vitamin D production. D production കുറിച്ചിട്ട് ഉള്ള ഒരു സബ്ജക്ട് ആനി വെർണർ going to give a presentation തരാൻ പോവാ നമുക്ക്. So it's a monologue presentation. Okay, so you have 90 seconds to read question 37 to 42. That means you don't have time to read the options. Anganeyalla. Okay, you have time to read question plus option up to 90 seconds il namakku 42 vareyulla questions ne vaayikam. Speed aayittu vaayikkuvaanennu we can go. Oru endha paraya namakku 37 to 42 ഒരു പ്രാവശ്യം വായിച്ചിട്ട് 37, 38 വായിക്കാനുള്ള വരെ സമയം നമുക്ക് ഈ 90 സെക്കൻഡ്സിനകത്ത് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോ 90 സെക്കൻഡ്സ് ടൈം തന്നിരിക്കുമ്പോൾ 37th question, Dr. Werner suggests that when it comes to vitamin D production, the sun is important. Too much sun can be dangerous. Without the sun, we increase our chance of illness. Okay, idum vaichu. Then 38th question, what does Dr. Werner say about the benefits of vitamin D? Okay, adinte options vaaichu, followed by that you can go 39 options, 40 question adinte option, 41 question adinte option, ellam ninge vaaikkananulla samayam ee 90 seconds nagathu undu. Okay, then they will play the audio. Okay, appo audio play cheyumbo what you have to do is you have to check your ആദ്യം നമ്മൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം പ്ലേ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും വെർണർ സജസ്റ്റ് ദാറ്റ് when it comes to vitamin D production, വെർണർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി പ്രൊഡക്ഷനെ കുറിച്ചിട്ട്. ഓക്കെ, that is what we need to identify from that presentation. എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, എന്താണ് അവരുടെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ ആകാം. ഓക്കെ, സൺ ഇസ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ too much sun can be dangerous, അല്ലെങ്കിൽ without the sun we increase our chance of illness. അപ്പൊ അങ്ങനെ പല എന്തെങ്കിലും ഒന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. വാട്ട് ഷീ ഈസ് സജസ്റ്റിംഗ്, ഓക്കെ, വാട്ട് ഷീ ഈസ് റെക്കമെൻഡിങ്, അങ്ങനെ ഡിഫറെന്റ് സിനോണിമൻസ് ആണ് ഇവിടെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്നത്. ദേ ഡോണ്ട് സേ ദ സെയിം സ്ക്രിപ്റ്റ്, ദേ ഡോണ്ട് ടോക്ക് ഫ്രം ദ സ്ക്രിപ്റ്റ്, ദേ വിൽ use the same language. I mean, they will use this meaning. I mean, she may tell that I strongly recommend about the vitamin D production. എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആൻസറിലോട്ട് കയറുന്നത്. ഓക്കെ, you don't want to wait for the same synonym in the script. സ്ക്രിപ്റ്റിലുള്ള സിനോണിമൻ ഒരിക്കലും അവർ ഓഡിയോയിൽ പ്ലേ ചെയ്യാൻ വഴിയില്ല. ഓക്കെ, സിനോണിമൻസ് ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു 37 to 42 ഇതിൽ കാണിച്ചിരിക്കുന്നത്. എയ്തർ ഓക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരു പക്ഷേ പ്രസന്റേഷൻ വരാം, സെക്കൻഡ് ഹാഫിൽ ഒരു പക്ഷേ ഇന്റർവ്യൂ വരാം. ഇവിടെ ഇപ്പൊ അവർ തന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ പ്രസന്റേഷൻ ആണ്. ദാറ്റ്സ് എ മോണോലോഗ് പ്രസന്റേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറി വന്നു വരാം. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന സ്ക്രിപ്റ്റിന് നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യുന്ന ഓഡിയോ കേട്ടിട്ട് ഇതിൽ നിന്നൊരു ആൻസറിനെ ചൂസ് ചെയ്യുക. ഇതിന് ഷെയ്ഡിങ് ആണ്, നമ്മൾ ടിക്ക് അല്ല, ഷെയ്ഡിങ് ആണ്. എ ആണെങ്കിൽ ആൻസർ എ ആണെങ്കിൽ അതിനെ ഷെയ്ഡ് ചെയ്യുക. എയുടെ സർക്കിൾ ഉണ്ടായിരിക്കും, എക്ക് ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, അതുപോലെ ബി സി ഇവർക്കൊക്കെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതിന്റെ ഒരു മോഡൽ കാണിക്കും. ഇത് ബി പാർട്ട് ആണ്, 25th to 30. ഓക്കെ, ഇതില് ഞാൻ പറഞ്ഞല്ലോ 6 ഷോർട്ട് കോൺവെർസേഷൻസ് ആണ് പോകുന്നത്. സി അതില് 25th ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്, യു ഹിയർ എ ജൂനിയർ ഡോക്ടർ സ്പീക്കിംഗ് വിത്ത് എ പേഷ്യന്റ് ഇൻ ദ കാർഡിയാക് ക്ലിനിക് വൈൽ എ കൺസൾട്ടന്റ് ഇസ് പ്രസന്റ്.
Okay, നമ്മൾ കേൾക്കാൻ പോകുന്ന ഓഡിയോയില് എ ജൂനിയർ ഡോക്ടർ ഈസ് സ്പീക്കിംഗ് വിത്ത് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിനോട് സംസാരിക്കുകയാണ് വിത്ത് ദ പ്രസന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എ സീനിയർ കൺസൾട്ടന്റ്. കൺസൾട്ടന്റിന്റെ പ്രസൻസിൽ ഒരു ജൂനിയർ ഡോക്ടർ പേഷ്യന്റിനോട് സംസാരിക്കാൻ പോകുന്ന ഒരു കോൺവെർസേഷൻ ആണ്. വി ആർ ഗോയിങ് ടു ഹിയർ അബൌട്ട് ദിസ്. ഓക്കെ, അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഇസ് ദ പേഷ്യന്റ് സജസ്റ്റ് അബൌട്ട് ദെയർ പെയിൻ? പെയിനെ കുറിച്ച് പേഷ്യന്റ് പറയുന്ന സജഷൻ ആണ്. വി ആർ നോട്ട് ഗോയിങ് ടു ലിസൺ അറ്റ് ദ ജൂനിയർ ഡോക്ടർ കോൺവെർസേഷൻ ഓർ consultant conversation. We are going to take out the answer from the patient conversation. That is what does the patient suggest about their pain? എന്താണ് പെയിനെ കുറിച്ചിട്ട് പേഷ്യന്റ് പറയുന്നത്? See, patient can say that it affects his breathing, or it's located mainly in the chest, or it makes it difficult for him to go walking. നടക്കാൻ പോകുന്നതിന് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്റെ ബ്രീത്തിങ്ങിനെ ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ it is mainly located in the chest. അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം പേഷ്യന്റ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. See, according to my perspective, the pain is actually located in my chest. അത് പറയാൻ പോകുന്നത് ചിലപ്പോൾ പേഷ്യന്റ് പറയുന്നത് വേറൊരു മീനിങ്ങിലായിരിക്കും പേഷ്യന്റ് പറയുന്നത്. അപ്പൊ എന്താണ് പേഷ്യന്റ് പറയുന്നത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ആ പറയുന്ന ഓഡിയോ നമ്മളുടെ വായിൽ നമ്മൾ അത് സംസാരിക്കും പോലെ കൊണ്ടുവരണം. അത്രയും കോൺസെൻട്രേഷൻ അവിടെ കൊണ്ടുവന്നാൽ മാത്രമേ പേഷ്യന്റ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് പേഷ്യന്റ് പറയുന്ന കോൺവെർസേഷൻ നമ്മൾ മനസ്സിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ ചുണ്ട് അതിന്റെ മൂവ്മെന്റിൽ ആ മനസ്സിൽ വായിക്കുന്ന മൂവ്മെന്റിന് അനുസരിച്ച് നമ്മളുടെ ചുണ്ട് പോകാറുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത് ആ പേഷ്യന്റ് പറയുന്ന കോൺവെർസേഷനോടൊപ്പം തന്നെ നമുക്കും പോവാൻ പറ്റണം. നമ്മളും അതിനോടൊപ്പം പോവുക. അത്രയും ഡെപ്തിൽ അതിനെ ലിസൺ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് പറയാം, നമ്മുടെ വായിൽ അത് വരുത്തുള്ളൂ. അതായത് നമ്മൾ ലിസൺ ചെയ്യുകയല്ല, അയാൾ പറയുന്ന കാര്യത്തിനെ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് അയാൾ എന്താണ് പറഞ്ഞതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ആ ഒരു പാട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് 26th question, you hear a senior nurse talking about removing sutures to a group of students. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു സീനിയർ നഴ്സ് ക്ലാസ് എടുക്കും പോലെ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വാട്ട് ഈസ് ഷീ ഡൂയിങ്? എന്താണ് അവര് ചെയ്യുന്നത് എന്താണ്? Okay, maybe she's recommending a clear procedure to follow, or she's explaining why a clean environment is important, or she's making some suggestions that sometimes there may be complications as well. എന്തെങ്കിലും ആയിരിക്കാം അവർ പറയാൻ പോകുന്നത്. So you have to listen that conversation, what she's doing, whether she's explaining, or she's recommending, or she's suggesting some methods. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. ഇറ്റ്സ് എൻ എക്സ്പ്ലനേഷൻ. അതൊരു എക്സ്പ്ലനേഷൻ ആണോ അല്ലെങ്കിൽ അതൊരു റെക്കമെൻഡേഷൻ ആണോ? ആഫ്റ്റർ ഹിയറിംഗ് ദ കോൺവെർസേഷൻ, you should able to understand that what she was doing. എന്തായിരുന്നു അവൾ ചെയ്തത്? അത്തരത്തിലുള്ളൊരു രീതിയിലായിരിക്കണം നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ അപ്രോച്ചും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൈം തരും. ഓക്കെ, ആ ടൈമിൽ ഓരോന്ന് വായിക്കാനാണ്. 30 seconds ആണ് ഇതിന് ടൈം തന്നിരിക്കുന്നത്. ഓരോന്ന് വായിച്ച് ക്വസ്റ്റ്യൻ വായിച്ച്, അതായത് ഇതിന്റെ യു ഹിയർ എ നമ്മളിപ്പോ കേട്ടു, യു ഹിയർ എ സീനിയർ നഴ്സ് ടോക്കിംഗ് അബൌട്ട്, അത് അവര് പറയും. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് കേൾക്കുന്നു, നമ്മൾ ഒരിക്കലും അത് വായിക്കുന്നു. ദെൻ വാട്ട് ഈസ് ഷീ ഡൂയിങ്? ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവര് പറയില്ല. വാട്ട് വി ഹാവ് ടു റീഡ്, അത് നമ്മൾ റീഡ് ചെയ്യണം. And when they start the audio, you should not, go back to the question. Rather, you should maintain, ningalde eye. Okay, you should maintain eye contact with the options, only the options. Okay, the question is in your mind. Okay, it is already by hearted. ഇനി അത് മനസ്സിൽ പോകാത്ത രീതിയിൽ ബൈ ഹാർട്ടഡ് ആയിരിക്കണം. വാട്ട് ഈസ് ഷീ ഡൂയിങ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഷീ ഡൂയിങ്, ഈ ഒരു റിപ്പീറ്റേഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. Then you have to listen that conversation. So നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ. അതായത് ഈ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് സിനാരിയോ അവർ വായിക്കും. യു ഹിയർ എ സീനിയർ നഴ്സ് ടോക്കിംഗ് അബൌട്ട് റിമൂവിംഗ്, ഇത് അവർ പറയും. വാട്ട് ഇസ് ദ തിങ് ദാറ്റ് അതർ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഷീ ഡൂയിങ്, അത് അവർ പറയില്ല. ദാറ്റ് യു ഹാവ് ടു റീഡ്. Okay, അങ്ങനത്തെ 6 questions. You hear a staff nurse talking to a patient. She's escorting to the radiology department. You hear a staff nurse
സ്റ്റാഫ് നഴ്സ് ടോക്ക് ചെയ്യുകയാണ്, പേഷ്യന്റിനോട് ടോക്ക് ചെയ്യുകയാണ്, ആൻഡ് ഷീസ് എസ്കോർട്ടിംഗ് ടു ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഡസ് ഷീ നീഡ് ടു നോ ഫ്രം ദ പേഷ്യന്റ്? വാട്ട് ഡസ് ഷീ നീഡ് ടു നോ ഫ്രം ദ പേഷ്യന്റ്? എന്താണ് പേഷ്യന്റിൽ നിന്ന് നമ്മുടെ നഴ്സിന് അറിയേണ്ടുന്നത്? Okay, that you have to identify from this options. That is what they are going to play the conversation. Appo avaru play cheyna conversation athunu you can identify that what she's going to ask. Okay, endana choikkan povunu, what does she need to know from the patient? Okay, if he's ready, are you ready for the procedure? Adano maybe the nurse is going to ask. I don't know how she's feeling. Are you afraid? Are you anxious? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അവർ ചോദിക്കാൻ പോകുന്നത്. Or the last option, his personal details. Okay, anything regarding the personal details. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും ചിലപ്പം അവർ ചോദിച്ചിരിക്കുക. Okay, we don't know. Okay, ആ ക്വസ്റ്റ്യൻ എന്താണ് അവർ ചോദിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Okay, അങ്ങനെയാണ് നമ്മുടെ ബി പാർട്ടിലെ ഈ 6 ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. Again, now ഇതാണ് നമ്മുടെ എയുടെ സെക്കൻഡ് പാർട്ട്. എക്സ്ട്രാക്ട് 2, question 13 to 24. For question 13 to 24, complete the notes with the word or short phrase. You have 30 seconds to look at the notes. Okay. അപ്പൊ നമ്മള് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എന്നാ പറയാ ലിസ്ണിംഗ് ആണ് നമ്മുടെ ആദ്യത്തെ സബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലിസ്ണിംഗ് സബ് ടെസ്റ്റില് നമുക്ക് ആക്ച്വലി ആദ്യം കുറെ കോമൺ ഇൻസ്ട്രക്ഷൻസ് വരും. ഓക്കെ, അപ്പൊ ആ കോമൺ ഇൻസ്ട്രക്ഷൻസിൽ കുറച്ച് ടൈം നമുക്ക് കിട്ടും. കോമൺ ഇൻസ്ട്രക്ഷൻസിൽ കുറച്ച് ടൈം നമുക്ക് കിട്ടുമ്പോ നമ്മൾ 1 to 12 വായിച്ചിട്ട് അല്പസമയം കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, 13 to ഒരു 16 ഒക്കെ വരെ നോക്കാൻ നമുക്ക് സമയം കിട്ടും. അപ്പോഴത്തേക്കുമേ അവിടെ ഫസ്റ്റ് ഓഡിയോ, അതായത് എക്സ്ട്രാക്ട് 1, ദാറ്റ് ഇസ് 1 to 12. ഓക്കെ, ആ 1 to 12 പ്ലേ ചെയ്യാൻ പോവാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സ്ട്രാക്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഒന്നും നിൽക്കരുത്. ഓക്കെ, യു ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ഹാഫ്. എക്സ്ട്രാക്ട് 1 പോവുക. ഓക്കെ, വെൻ ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് സെക്ഷൻസിലൊക്കെ നമുക്ക് കോമൺ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് അറിയാം. വി ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് ടു ലിസൺ ഫോർ ദ കോമൺ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ കയ്യിൽ സ്ക്രിപ്റ്റ് കിട്ടി ആൻഡ് നൗ യു ക്യാൻ സ്റ്റാർട്ട് ദ ലിസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു വിൽ ഓപ്പൺ ദ ബുക്ക്ലെറ്റ്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ കംസ് ഇൻ എ ബുക്ക്ലെറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞു റീഡിങ് വരുന്നത് ഒരു ബുക്ക്ലെറ്റിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ബുക്ക്ലെറ്റ് എന്ന് വെച്ചാൽ ഞാൻ മീൻ ചെയ്യുന്നത് ഇറ്റ്സ് സ്റ്റേപ്പിൾഡ്, ബുക്ക് പോലെ സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് സ്റ്റേപ്പിൾഡ് അറ്റ് ദ കോർണർ. ഓക്കെ, സോ ബുക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ സോ അത് ബുക്ക്ലെറ്റ് നമ്മൾ കിട്ടുന്നു. അപ്പൊ കോമൺ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു വരുന്ന സമയം കൊണ്ട് തന്നെ വി ക്യാൻ മൂവ് ത്രൂ ദിസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഇന്നലെ നമ്മൾ റീഡിംഗിൽ പറഞ്ഞപ്പോൾ നമ്മൾ വി ഹാവ് ഡൺ ഹൈലൈറ്റിംഗ് മെത്തേഡ്. ഓക്കെ, ദ സെയിം തിങ് വി നീഡ് ടു ക്യാരി ഔട്ട് ഓവർ ഹിയർ. ഓക്കെ, വാട്ട് വി ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ഹൈലൈറ്റ് ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ വേർഡ്സ് ഓഫ് ദിസ് എന്താ പറയാ സ്ക്രിപ്റ്റ്. ഈ തന്നിരിക്കുന്ന സ്ക്രിപ്റ്റില് ബിഫോർ ആൻഡ് ആഫ്റ്റർ വേർഡ്സിൽ നമ്മൾ നോട്ടിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ you can see some headings where they have written. Okay, the patient name is written as Julie Doley and the reason for presenting. That's why she is presented today over here. എന്തിനാണ് അവർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ what brought here today. അവളെ എന്തുകൊണ്ടാണ് അവൾ വന്നിരിക്കുന്നത്? Okay, അതിനുള്ള റീസൺ ആണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് തിങ് ഷി മെൻഷൻഡ് in the script that breast lump. Okay, she has a breast lump and first noticed എപ്പോഴാണ്? Okay, maybe that is indicating a time period, 6 months back എന്തെങ്കിലും ആയിരിക്കാം, 6 months ago. നമുക്ക് ആ വെച്ചിരിക്കുന്ന വാക്കിൽ നിന്ന് you can identify that whether it is a duration or it's a location. See, located in എവിടെയാണ്? Located in the right or left breast എവിടെയാ? അല്ലെങ്കിൽ she's going to tell the particular position. അപ്പൊ അതാണ് അവിടെ വരാൻ പോകുന്നത്. സോ യു ഹാവ് ടു ലിസൺ ഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഫാമിലി ഹിസ്റ്ററിയിലോട്ട് വരുവാണ്. 6 months ago dash from breast. Can you imagine something? What can come from a breast 6 months ago? Maybe there was a secretion or anything. അപ്പൊ അത്തരത്തിലുള്ള എന്തോ ഒന്നാണ് അവിടെ പറയാൻ പോകുന്നത്. Okay, you should have a guess work. നമുക്ക് അതിനെ കുറിച്ചൊരു അസംഷൻ ഉണ്ടായിരിക്കണം, ഇന്നതാ ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ക്യാൻസർ ഏജ് 65. മേ ബി ദാറ്റ് ഇസ് ഹെർ ഫാമിലി ഹിസ്റ്ററി. 6 months ago ഡാഷ് ഫ്രം ബ്രസ്റ്റ് എന്ന് പറഞ്ഞത് മേ ബി അത് വേറെ എന്തെങ്കിലും ആയിരിക്കാം, അറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ദെൻ
മദർ ഡൈഡ് ആയിരിക്കാം, ഫാമിലി ഹിസ്റ്ററി ആണത്. ഓക്കെ, അപ്പൊ ഫാമിലി ഹിസ്റ്ററിയിൽ ഫീമെയിൽസിനാണല്ലോ ഇത് വരുന്നത്. സോ മദർ ആയിരിക്കാം അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം. അവിടെ നമുക്കൊന്ന് ഗസ് വർക്ക് ചെയ്യാൻ പറ്റും. 6 months ago മദർ എക്സ്പയർഡ് ഫ്രം ബ്രസ്റ്റ് ക്യാൻസർ, ഏജ്ഡ് 65. ബ്രസ്റ്റ് ക്യാൻസർ വരെ അല്ല. ഓക്കെ, സി ബ്രസ്റ്റ് ക്യാൻസർ എന്റെ കോമ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഏജ് 65. അപ്പൊ മമ്മ മരിച്ചിട അല്ലെങ്കിൽ സിസ്റ്റർ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആന്റ് ആരെങ്കിലും ആയിരിക്കാം. See, anyway, that is going to tell about a female gender person. Okay. Then personal details. Patient dash 9 months ago. എന്തെങ്കിലും ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കാം, എന്താണെന്ന് നമുക്കറിയില്ല. സി അതെന്തോ 9 months ago അവർക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഹിയർ ഓൾസോ ദേ ആർ നോട്ട് ഗോയിങ് ടു ടെൽ ദ സെയിം സ്ക്രിപ്റ്റ്. ഓക്കെ, ദേ വിൽ ടെൽ സിനോണിമസ് ആയിരിക്കും അവരുടെ ഓഡിയോയിൽ മുഴുവൻ അവർ പ്ലേ ചെയ്യുന്നത്. ഒരിക്കലും ഈ ഒരു കറക്റ്റ് ആയിട്ട് പേഷ്യന്റ് ഡാഷ് 9 months ago ദേ ഡോണ്ട് സേ, അങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, നമ്മൾ അതിന്റെ മീനിങ് ക്യാച്ച് ചെയ്യണം. ഇതിനൊക്കെ വളരെയധികം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ടൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. ഇനിഷ്യലി യു വിൽ ഫൈൻഡ് ഡിഫിക്കൽട്ടീസ് വിത്ത് ലിസണിങ്. ഓക്കെ, എയിലും എനിക്ക് കിട്ടുന്നില്ല, സിയിലും എനിക്ക് കിട്ടുന്നില്ല. യുനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. You have to improve your listening skill. അത് ഇംപ്രൂവ് ചെയ്യുക. അതോടൊപ്പം റീഡിങ് ഇംപ്രൂവ് ചെയ്യുക. You can download podcasts from Play Store. Okay, and you can ഏതെടുത്താലും you can select a health topic. Okay, and you can play it for you. എന്നിട്ട് ഇങ്ങനെ കേൾക്കുക. Okay, maybe you don't understand anything. Maybe they are talking about their അവിടുത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കാം സംസാരിക്കുന്നത്. ഓക്കെ, ബട്ട് യു ആർ ബീയിങ് എ ലിസണർ, ഒരു ലിസണർ ആയിട്ടിരിക്കുകയാണ്. സോ സംതിങ് നമ്മളൊരു പാട്ട് നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ ഓഫീസിലായിരുന്നപ്പോ ഒരാളൊരു പാട്ട് പാടി. ഓക്കെ, സി ആ പാട്ടിന്റെ 2 ലൈനായിരിക്കാം അയാൾ പാടിയത്. ബൈ ഈവനിങ് നമ്മൾ ആ പാട്ട് നമ്മുടെ വായിൽ വരും. അതെന്താ, നമ്മൾ ആ ഒരു ലാംഗ്വേജിനോട് അത്രയും യൂസ്ഡ് ആയിട്ട് അത്രയും അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് എത്രയും വേഗത്തിൽ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനോട് കുറച്ചുകൂടെ അടുക്കുക. ഓക്കെ, അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആയി വരും. അതുമായിട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. അതിനോട് ദൂരെ മാറി നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഓരോന്നും വായിക്കുക. റീസെന്റ് പെയിൻ ഇൻ ദ ചെസ്റ്റ് ഫീൽസ് ലൈക്ക് 18th ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതർ സിംറ്റംസ് എല്ലാത്തിനും ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് ഇത് ഫീൽ ചെയ്യാൻ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും കോൺവെർസേഷൻ കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു എന്താണ് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയില്ല, ഡോണ്ട് വറി, യു ക്യാൻ ജസ്റ്റ് പ്ലേ എഗെയിൻ. നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യാം. എന്തായിരുന്നു അവരോട് പറഞ്ഞത്, എങ്ങനെയായിരുന്നു അവരോട് പറഞ്ഞത്. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ലിസണിങ് ചെയ്യുന്നതിന് മുമ്പ് ആൻസറിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് യു ക്യാൻ ലിസൺ ദ കോൺവെർസേഷൻ ആൻഡ് യു ക്യാൻ ജസ്റ്റ് മാച്ച് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്നത് പോലെ അവർ എങ്ങനെയാണ് ഓരോ ആൻസേഴ്സിനും മാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ 1-2 വാക്കുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോത്ത് ആയിരിക്കാം, എന്തോ തന്നെ ആകാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് എയും ഇരിക്കുന്നത്. അതും കൂടെ കാണിക്കാം. അതായത് ഫസ്റ്റ് ഹാഫ്, ഇത് സെക്കൻഡ് എക്സ്ട്രാക്ട് 2 ആണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 to 12. ഓക്കെ, question 1 to 12, complete the following notes with the word or short phrase. You have 30 seconds to look at the notes. നോട്ട്സിൽ നോക്കുക. റീസെന്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണ്, കറന്റ് സിംറ്റംസ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, പേഷ്യന്റ് കൺസേൺ ഉണ്ട്. അപ്പൊ പേഷ്യന്റ് വന്നിരിക്കുന്ന റീസെന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ബ്ലഡ് ഇൻ യൂറിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഷാർപ്പ് എന്തോ ഷാർപ്പ് പെയിൻ ആയിരിക്കാം, എവിടെയെങ്കിലും ആയിരിക്കാം പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ECG ആൻഡ് അൾട്രാസൗണ്ട് ഓഫ്. എന്തിന്റെ അൾട്രാസൗണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന അഡൽട്ട് പേഷ്യൻസിൽ അബ്ഡോമന്റെ അൾട്രാസൗണ്ട് ആയിരിക്കും എടുക്കുന്നത്, അല്ലെ? വേറെ അൾട്രാസൗണ്ട്സ് ഒന്നും ഇതുവരെ ഇല്ല. Then normal dash 2 years ago, എന്തായിരിക്കും എനിക്കറിയില്ല, എന്തോ 2 വർഷം മുമ്പ് വരെ ഏകദേശം ഓക്കെ ആയിരുന്നു ആ കാര്യം. Then current problem എന്ന് പറയുകയാണെങ്കിൽ സ്റ്റൊമക് കോൺസ്റ്റന്റ്ലി എന്തോ ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ള ഒരു ഇതായിരിക്കാം. പാസ്റ്റ് 18 months എന്തോ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റൊമക്കിന്റെ ഒരു ഇഷ്യൂ. ഓക്കെ, സ്ലീപ്സ് ബാഡ്ലി ഡ്യൂ ടു എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ എക്സ്പീരിയൻസസ് പെയിൻ ബിഫോർ ഈറ്റിംഗ്, പെയിൻ റിട്ടേൺസ് 30 minutes later, ഡാഷ് മേക്സ് ഇറ്റ് വേഴ്സ്, മേ ബി ഫുഡ് ഇൻടേക്ക്, എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുവന്നത് സ്റ്റൊമക്കിന്റെ പ്രോബ്ലം ആയിരുന്നു, അല്ലെ? അപ്പൊ അവിടെ വരാൻ പോകുന്നത് മേ ബി അയാളുടെ ഒരു ഇൻഡൈജഷൻ ആകാം, അല്ലെങ്കിൽ ബിഫോർ ഫുഡ് ഉള്ള പെയിൻ ആകാം. വി ഹാവ് ലേൺ സോ മെനി തിങ്സ്, അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. മേ ബി ഹീസ് ഗോയിങ് ടു ടെൽ അബൌട്ട് ദിസ്. കുറെ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഗസ് വർക്കിലോട്ടൊക്കെ നീങ്ങാൻ പറ്റും ഈ പാട്ടില്, കേട്ടോ. ബിറ്റർ സോ ടേസ്റ്റ് വെൻ, എപ്പോഴാണ് എന്തോ
എന്തെങ്കിലും ഒരു എന്താ പറയാ മെഡിക്കേഷന്റെ ടൈമിലാണ് അത് മെഡിക്കേഷന്റെ ഇതിലാണ് പറഞ്ഞേക്കുന്നത് യൂസ് ടു ടേക്ക് ഡാഷ് ഫോർ ആൻ അൾസർ. എന്തോ ഒരു മെഡിസിൻ പണ്ടെടുക്കുമായിരുന്നു, യൂസ് ടു ടേക്ക് മുമ്പ് എടുക്കുമായിരുന്നു. ലൈഫ് സ്റ്റൈൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ യൂസ് ടു സ്മോക്ക് ഡാഷ് ഡേ ക്വിറ്റ് റീസെന്റ്. എത്ര സിഗരറ്റ് ആണ് അവിടെ എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. 10 cigarettes a day, ഒരു ദിവസം 10 cigarettes എടുക്കും. ഈ റീസെന്റ് ആയിട്ട് ഞാനത് ക്വിറ്റ് ചെയ്തു, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫാദർ ഡൈഡ് ഫ്രം എന്തോ ഒരു അസുഖത്തിന്റെ പേരാണ് അറ്റ് ഏജ്ഡ് 77. ഇതൊക്കെ നമ്മൾക്ക് ഗസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതില് ഒരെണ്ണം എന്തോ ഞാൻ കാണിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു സിയുടെ ഫസ്റ്റ് പാർട്ടാന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ആക്ച്വലി ഗ്രൂപ്പില് നമ്മൾക്ക് കുറെ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോൾ CD ഉണ്ടായിരിക്കും, അതിനകത്ത് CD-ക്കകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു യൂട്യൂബിലെ 2-3 ലിങ്ക് ഇട്ടേക്കാം. അതോടൊപ്പം ഒരു ആപ്പ് ഏതാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആയില്ലെങ്കിൽ വേറൊരെണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? ഒന്നുമില്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഓക്കെ പറയാം. ഓക്കെ മാം, കേട്ടല്ലോ, മനസ്സിലായല്ലോ, ഡൗട്ട് ഇല്ലല്ലോ? മാഡം, ഈ പ്രൊനൗൺസിയേഷൻ ഒക്കെ മനസ്സിലായില്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരത്തില്ല? അതൊക്കെ അവര് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതണ്ടേ? മെഡിസിന്റെ ഒക്കെ നമുക്ക് കേൾക്കാത്ത മെഡിസിൻ ഒക്കെ ആണെങ്കിൽ അതിന്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ അതിനൊക്കെ മാർക്ക് കുറയ്ക്കും. മെഡിസിൻ ആക്ച്വലി ഇപ്പൊ റാമിപ്രിൽ എന്ന് പറഞ്ഞപ്പോ ദീപ എഴുതിയത് റാമിപ്രിൽ എന്നിന് ഐക്ക് വരെ ഈ ആയിരിക്കും എഴുതിയെന്ന് വെച്ചോളൂ. അത് കുഴപ്പമില്ല, സൗണ്ട് ചെയ്യുന്നത് സെയിം ആയതുകൊണ്ട് അത് കറക്റ്റ് ആയി പോകാം, അല്ലാത്ത പക്ഷം തെറ്റായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ അധികം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ മെഡിസിൻസിന്റെ പേരൊക്കെ അയക്കാം. യൂഷ്വലി അങ്ങനെയൊന്നും കണ്ട് വരത്തില്ല, ചിലപ്പോൾ അറിയാവുന്നതൊക്കെ 1-2 ഒക്കെ അങ്ങനെ നമുക്ക് പോയി എന്ന് വരാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ പോകും. ഹാൻഡ് റൈറ്റിംഗ് ലെജിബിൾ ആയിരിക്കണം, പെട്ടെന്ന് എഴുതി. അതായത് നമ്മളിപ്പം എ പാർട്ടിലെല്ലാം നമ്മൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, വി ആർ നോട്ട് ഗോയിങ് ടു റൈറ്റ് ആ സ്പോട്ടിൽ നമ്മൾ എന്താ പറയാ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ നിൽക്കരുത്. ഹൈപ്പർ ടെൻഷൻ HTN, ഓക്കെ, സോറിയാസിസ് SPO PSO അത്ര എഴുതി വെക്കുക. ഓക്കെ, പാർക്കിൻസൺസ് PKD ഇത്ര എഴുതി വെക്കുക. then you will get 2 minutes at the end of the listening session. You will get 2 minutes. അപ്പൊ നമുക്ക് വന്നിട്ട് എറൈസ് ചെയ്തിട്ട് എഴുതാം. Anything else? Okay then.